കുറച്ച് പെപ്പർ വെറൈറ്റീസ് ഉണ്ട്, ട്യൂബർ വെറൈറ്റീസ്, മെഡിസിനൽ പ്ലാന്റ്സ്, അങ്ങനെ ഒരു ഫീൽഡ് ലേണിംഗ് സൈറ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഇവിടെ. ഒരു 6 acres പ്ലോട്ടാണ്. എത്ര വെറൈറ്റീസ് സീഡ്സ് എന്ന് പറഞ്ഞ് കൺസർവ് ചെയ്യുന്നത്? 342. അതെല്ലാം പാഡി ആണോ അതോ പാഡി? 342 പാഡി ഉണ്ട്. പിന്നെ നമുക്കൊരു കുറച്ചൊരു 4 to 5 വെറൈറ്റീസ് പെപ്പർ ഉണ്ട്. പിന്നെ അതെല്ലാം നാടൻ വെറൈറ്റീസ് ആണ്. പിന്നെ ട്യൂബർ വെറൈറ്റീസ് എത്രയാണ് ചേച്ചി? 23 വെറൈറ്റീസ് ട്യൂബേഴ്സ്. പിന്നെ നമുക്ക് വൈൽഡ് ആയിട്ടുള്ള ലീഫി വെജിറ്റബിൾസ്, അങ്ങനെ മെഡിസിനൽ പ്ലാന്റ്സ്, നാച്ചുറലി കാണുന്ന സാധനങ്ങൾ, അതെല്ലാം. പിന്നെ പുറത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ പഠിക്കാനായിട്ടും റിസർച്ച് റിലേറ്റഡ് ആയിട്ടും അങ്ങനെയൊക്കെ വരാറുണ്ട്. ലേണിംഗ് സൈറ്റായിട്ട് കൂടി നമ്മൾ. ടീമിലെ മറ്റു മെമ്പേഴ്സ് ഞാൻ ഇവിടെ ഞാൻ ഇവിടെ 16 തൊട്ടേ ഉണ്ട്. അന്ന് ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കിതിന് നെല്ലിനെ പറ്റിയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടുന്ന് പഠിച്ചെടുത്തിട്ട് ഞാനിപ്പോൾ 314 ഇനം നെൽവിത്ത് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ അത് 3 തരമായിട്ടാണ് ചെയ്യുന്നത്. അത് ലോങ്ങിലായിട്ടും മീഡിയം ആയിട്ടും ഷോർട്ട്ലിയും ആയിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഒരേ സമയം ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ലെവലിലേക്ക് വന്നത്. പിന്നെ നമ്മൾ പേപ്പറിൻ്റെ ആണെങ്കിലും അതും ഇതേപോലെ തന്നെ എല്ലാം ബ്ലോക്ക് തിരിച്ച് തന്നെ നമ്മൾ ഇവിടെ ചെയ്തു വരുന്നുണ്ട്. ചേച്ചിയാണ് മെയിനായിട്ട് റൈസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. ചേച്ചിയാണ്. ഞാനിവിടെ വന്നിട്ട് 1 വർഷം തികയുന്നു. ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇതുള്ളത്. ഇത്രയും വെറൈറ്റി പാടിയൊക്കെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇവരെ കൂട്ടത്തിൽ തന്നെ ചേർന്നിട്ട് ആതിരൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഞാൻ. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ ഒരു സിജു. ഇവിടെ വയനാട്ടിൽ തന്നെയാണ്? അതെ അതെ, നടവയിലാണ്. നടവയിലാ. ഞാൻ ഇവിടെ തന്നെയാണ്, ഈ പനവല്ലി ഉള്ള ഇവിടെ തന്നെയാണ്. എനിക്കിവിടെ പണി, ഇവിടെ 2 പശുക്കളൊക്കെ ഉണ്ട്. ആ പശുവിനെ നോക്കണം. പിന്നെ ഈ കാപ്പി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുക. അതിൻ്റെ കൂടെ ഈ പച്ചക്കറിൻ്റെ പണിയും കൂടി ഉണ്ട് നമുക്ക്. അതെല്ലാം കൂടി ചെയ്ത് പോകണം. ഇത് കരയിലെ പണിയാണ് നമുക്ക്. ഈ തോട്ടം ഇപ്പോൾ കുറേ ഉണ്ട് ഇവിടെ. കുറേ തോട്ടം ഒരു 7 ഏക്കറുണ്ട്. അതിലുള്ള ഫുൾ എൻ്റെ പേര് ബാലനാണ്. കുറച്ച് കൃഷിയാണ് പണ്ടൊട്ടേ ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പം ചേട്ടന് കുറച്ചുകൂടെ ഇവിടുത്തെ സോയിലിനെ പറ്റിയിട്ടും ക്രോപ്സിനെ പറ്റിയിട്ടും എല്ലാം അറിയാം. ബാലൻ. ചേട്ടനാണ് ഫീൽഡിലെ കാര്യങ്ങളും പ്ലാന്റിങ്ങും അങ്ങനെയെല്ലാം ഓവറോൾ നോക്കുന്നത്. ഇവർ രണ്ടുപേരും. എൻ്റെ പേര് അനിറ്റ. ഞാൻ തണലിൽ തന്നെ സ്റ്റാഫാണ്. നമ്മുടെ PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഇപ്പം 6 മാസമായിട്ടുള്ളൂ. എൻ്റെ പേര് അജിൻ. ഞാനും ചേച്ചിയെ പോലെ തന്നെ തണലിൻ്റെ സ്റ്റാഫാണ്. PGSൻ്റെ പ്രൊജക്റ്റ്. നിങ്ങൾ പഠിക്കുകയാണോ അതോ പഠിത്തം കഴിഞ്ഞിട്ടാണ്? PGS എന്ന് പറയുന്നത് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം നമ്മുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ പ്രൊജക്റ്റാണോ? അത് കൃഷിഭവനിൽ ഓരോ ക്ലസ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ക്ലസ്റ്ററിലെ കർഷകർക്ക് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തണൽ നേരത്തെ ഇൻഡിവിജ്വലായിട്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു ഒരു ഏജൻസി ആയിട്ട്. ഇപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ പുതിയ BPKP സ്കീം വഴി എല്ലാ കൃഷിഭവനിലും ഇതുപോലെ ക്ലസ്റ്റേഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് പ്രകാരം എല്ലായിടത്തും ഇത്തരം 50 ഹെക്ടേഴ്സ് ഓർഗാനിക് സർട്ടിഫൈഡ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 7 ജില്ലകളിൽ തണൽ സപ്പോർട്ടിങ് ഏജൻസി ആയിട്ട് നിന്നുകൊണ്ട് ഗവൺമെൻറ്റിന് ഫീൽഡ് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ സ്റ്റാഫാണ് പോകുന്നത്. അപ്പം അങ്ങനെയാണ് വയനാട്ടിലെ ചെയ്യുന്നതാണ് അവർ. 50 ഹെക്ടേഴ്സ് പറയുന്നത് എവിടെയാണ്? ഓരോ പഞ്ചായത്തിലും ഒരു ഗ്രൂപ്പിന് 50 ഹെക്ടർ വെച്ചിട്ട്. ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? കൃഷിഭവനിൽ 2 ഗ്രൂപ്പ്. ഓക്കെ. അതിൽ ഒരു ഗ്രൂപ്പിന് 50 ഹെക്ടർ. മനസ്സിലായി. അത് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും കാര്യങ്ങളും, മീറ്റിംഗ്സ്, ഫീൽഡ് ഇൻസ്പെക്ഷൻ. എൻ്റെ പേര് നേഹ. ഞാൻ BSc ഓണേഴ്സ് അഗ്രികൾച്ചർ പഠിച്ചാണ്. പഠിച്ചിറങ്ങി തണലിൽ ജോയിൻ ചെയ്തു. കാർബൺ ന്യൂട്രൽ മീനങ്ങാടി എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് ഉണ്ട് വയനാട്. അപ്പോൾ അതിൻ്റെ പ്രൊജക്റ്റ് ഓഫീസറായിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം 2.5 മാസമൊക്കെ ആയി വർക്ക് ചെയ്തിട്ട്. ഇനി നമ്മുടെ ഗ്രൂപ്പിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇനിയും പിടിക്കും. ഒരു 10-20 മിനിറ്റ് കഴിയാണ്ട്.
ഇവിടെ എത്തണമെങ്കിൽ ഏകദേശം 12 ആ ടൈമിലുണ്ടല്ലോ ഞാൻ തൃശ്ശൂർ ഇവിടെ വെച്ച് കണ്ടു. അവിടെ പണ്ട് കണ്ടതായിരുന്നേ, പിന്നെ ഞാൻ ആലുവ വെച്ചിട്ട് കണ്ടു. ഓർഗാനിക് ഫാമേഴ്സ് അസോസിയേഷന്റെ നാഷണൽ കൺവെൻഷൻ അന്നാണ് പിന്നെ ഞാൻ കണ്ടത്. ഇല്ലാസേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല? അന്നൊക്കെ ഇല്ലാസേട്ടനൊക്കെ ഇവിടെ നിന്ന് പോകുമ്പോൾ ഞാനൊന്നുകൂടി അങ്ങനെയല്ല, ഞാനൊന്നും വർക്ക് ചെയ്യുന്നില്ല, എന്നാലും ഞാനിവിടെ വരുമായിരുന്നു. അന്നേരം അറിയത്തില്ല. പിന്നെയാണ് ഇല്ലാസേട്ടനായിട്ട് ഇങ്ങനെ, ഇല്ലാസേട്ടനാണെന്ന് എനിക്കറിയാം. ഇവിടെ വരുന്ന ആദ്യം തൊട്ടേയുള്ള 2009 തൊട്ടുള്ള, അതിന് മുമ്പേ ഇല്ലാസേട്ടനൊക്കെ ഒരു ഇതായിരുന്നു. ട്യൂബേഴ്സ് എത്ര വെറൈറ്റി ചെയ്യുന്നു? 23 വെറൈറ്റി. ഈ ഫ്രൂട്ട് നമുക്ക് ഇവിടുന്ന് ഇട്ടിട്ട് അത് ഇതിൻ്റെ അകത്ത് കാണത്തില്ല, സമയം കഴിയുമ്പോൾ പൊഴിയെന്ന് പോകും. അതെ അതെ അതെ, അതാണ്. നമുക്ക് ഈ ഇഞ്ചി ആണെങ്കിൽ നമുക്ക് 11 വെറൈറ്റി ഉണ്ട്. ഇഞ്ചി പല തരത്തിലുള്ള, നമുക്ക് ആസാമിലുള്ള ഇഞ്ചി ആണെങ്കിലും നമുക്ക് ഇവിടുത്തെ ഉള്ള ഇഞ്ചികളുണ്ട്. പിന്നെ ഈ മലയിഞ്ചി എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വയനാട്ടിലൊക്കെ ഇത് ഏകദേശം ആൾക്കാർ ഉണ്ടതാണ് മലയിഞ്ചി എന്ന് പറഞ്ഞാൽ. ഇതാണ് മലയിഞ്ചി. പിന്നെ ആസാം ഇഞ്ചി ഉണ്ട്. അതേപോലെ തന്നെ അതുപോലെ തന്നെ കൂവ നമുക്ക് 3 എണ്ണം ഉണ്ട്. 3 വെറൈറ്റി ഉണ്ട്. ചക്കരക്കൂവയുണ്ട്, വെള്ളക്കൂവയുണ്ട്, മഞ്ഞക്കൂവയുണ്ട്. മഞ്ഞൾ നമുക്ക് 9 എണ്ണം ഉണ്ട്. 9 വെറൈറ്റി മഞ്ഞളുണ്ട്. മഞ്ഞൾ നമ്മൾ ഏറ്റവും ബൾക്കായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വരട്ടുമഞ്ഞളാണ്. നമ്മൾ OBക്ക് കൊടുക്കുന്ന മുഴുവൻ ഇവിടുന്ന് വരട്ടുമഞ്ഞളാണ്. അതിനെന്താണെന്ന് വെച്ചാൽ നല്ല ഒരു എന്തായാലും മെഡിസിൻ വാല്യൂ അതിനാണ് കൂടുതലുള്ളത്. ആ ഒരു ഏരിയ. പിന്നെ ഇഞ്ചി, മഞ്ഞളിലും ഇഞ്ചിയിലൊക്കെ 9 തരം അങ്ങനെ 9 തരം. നമ്മൾ ഈ ഒരു നമ്മൾ ബൾക്കായിട്ടും ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ലേ വരട്ടുമഞ്ഞളാണ്. ബാക്കി നമ്മൾ ഇതെല്ലാം എന്താ പറയുക, ഇതിൻ്റെ ബാക്കി നമുക്കുണ്ട് മാത്രം ഫ്ലോട്ട് തിരിച്ച് അത് ചെയ്യുന്നത്. നമ്മൾ അധികവും അതിൽ നിന്നാണ് അധികം വളം ഉണ്ടാക്കുന്നത്. നമ്മൾ ജീവാമൃത ആയാലും അമൃതവാണി ആയാലും പിന്നെ ഇതൊക്കെ നമ്മൾ ഈ പശുവിൽ നിന്ന് തന്നെയാണ് നമ്മൾ ഇതെടുക്കുന്നത്. 2 പശുക്കളിൽ നിന്ന് 6 ഏക്കർക്കുള്ളത് കിട്ടും. നമ്മളതിൽ ജീവാമൃതമാണ് അധികം ഉണ്ട്. അതിന് ചാണകത്തിൻ്റെ കുറച്ച് മതി. 200 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടെങ്കിലും ഉണ്ടാക്കും. ഇതെന്താ വെച്ചാൽ അധികവും ട്രൈബൽസ് ഏരിയയാണ് ഇവിടെ. അവരധികം ഉപയോഗിക്കുന്നതും ഈ മെഡിസിൻ, പച്ചമരുന്നാണ് അധികം ഉപയോഗിക്കുക. ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് എനിക്ക് പറഞ്ഞു തരാനും അറിയാമെന്ന് വെച്ചാൽ ഇതെല്ലാത്തിനും നമുക്ക് ഒരു എന്ത് വന്നാലും പെട്ടെന്ന് ഓൾറെഡി കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ തന്നെയാണ് ഇതെല്ലാം. ഇത് പനിത്തുളസിയാണ്. ഇതാണ് നമുക്ക് പിന്നെ തിരുനെല്ലിയിൽ ഒരു വൈദ്യര്, വെള്ളൻ വൈദ്യർ എന്ന് പറഞ്ഞ പേര് കേട്ട ഒരു വൈദ്യനാണ്. ആ വൈദ്യരൻ്റെ കഷായത്തിന് എടുക്കുന്നതാണ് ഈ മെയിനായിട്ട് ഈ പിന്നെ പനിത്തുളസി. ഇത് വെച്ചിട്ട് നമുക്ക് ആവിയൊക്കെ പിടിക്കുവാണെങ്കിൽ നമുക്ക് വൈറസ് പനി പോലെയുള്ളതൊക്കെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് 2-3 ദിവസം ഇത് തന്നെ പിടിച്ചു കഴിഞ്ഞാൽ പനി മാറി കിട്ടും. ഇല്ല, 8 വർഷത്തോളമായി ഇവിടെ തന്നെ. ഞാൻ ഈ സ്ഥലം ഏരിയ മേടിക്കും. ഞാൻ ഈ നാട്ടിൽ തന്നെ ഇവിടെ തന്നെയാണ്. അന്നേരം ഇവിടുത്തെ സ്ഥലം മേടിക്കുമ്പോഴേ ഞാനിവിടെ ഉണ്ട്. അന്നേരം അങ്ങനെ 8 വർഷമല്ല, 2009 വാങ്ങിയതാണ്. ഇവിടെ ഈ പനവല്ലി തുടങ്ങിയത് 2009. അവരെല്ലാവരും ട്രിവാൻഡ്രത്താണ്. ശരിക്കും 1986-ലാണ് ടണൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം കുറച്ച് വർക്കുകളുള്ള പിന്നെയാണ് ഇവിടെ സെൻട്രലിലെ മട 2 പേരുണ്ട് അവിടെ. ആനയ്ക്ക് കാവല് വെക്കുക. ആനയുണ്ട്. ഇതൊരു ഫോറസ്റ്റാണ്, ചുറ്റും ഫോറസ്റ്റാണ്. ആന എത്തുന്നുണ്ട്. നെല്ല് തിന്നാനായിട്ട് വരും. അയ്യോ, നെല്ല് തിന്നാനായിട്ട് വരും. എനിക്ക് അങ്ങനെ പറയുമ്പോ പേടിയായിരുന്നു. ആന 10 വെറൈറ്റി. വേലിയൊക്കെ വരും. അവര് അതിൻ്റെ അകത്ത് ഈ പോസ്റ്റല്ല, അവിടുത്തെ പോസ്റ്റ് അങ്ങ് ചവിട്ടി അങ്ങിട്ടിട്ട് മറ്റേ വേറെ സാധനം വെക്കൂല, ഇങ്ങനെ നീണ്ടിട്ട് ഇങ്ങനെ വേറൊരു പുതിയ ടെക്നോളജി ഉണ്ടല്ലോ അല്ലേ? ചുവന്ന ബസുമതി. ചുവന്ന ബസുമതി ബംഗാളിൽ നിന്നുള്ളതോ? ബംഗാളിൽ നിന്നുള്ള. ഇത് മഹാരാഷ്ട്രയിലെ നസർബാദ്.
നാസർ നാസർ ബാത്ത് ബാത്ത് എന്ന് വെച്ചാൽ റൈസ് അരി. ഇത് നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആർട്ട് ചെയ്തിരുന്നു. ഈ നെല്ല് തന്നെ ഗ്രീൻ കളറായി.